ഹലോ കൂട്ടുകാരെ, ഈശ്വരന്റെ പൂന്തോട്ടം, അതിന്റെ കാവൽക്കാരൻ ശക്തനായ ഗുളികൻ. ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ സിനിമ ഏതാണെന്ന്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ കാന്താര ചാപ്റ്റർ 1 എന്ന സിനിമയാണ്. ഒത്തിരി നാളായി സിനിമ ഇട്ടിട്ട്. ഇനി ആഴ്ചയിൽ 2 സിനിമയെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു വോയിസ് ഓവർ ബൈ രേഷ്മ. വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നേരത്തെ ഇറങ്ങിയ കാന്താരയിലെ ചില ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടാണ്. ആ കാണിച്ച കുട്ടി ഇപ്പോൾ വളർന്ന് വലുതായി. അവൻ അവന്റെ അച്ഛൻ അപ്രത്യക്ഷനായ സ്ഥലത്ത് നിന്നിട്ട് എങ്ങനെയാണ് അച്ഛൻ മറഞ്ഞു പോയതെന്ന് ഒരാളോട് ചോദിക്കുന്നു. അയാൾ അവനോട് ആ സ്ഥലത്തിന്റെ ഐതിഹ്യം പറഞ്ഞു കൊടുക്കുന്നു. ഈ കാന്താരയിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഈശ്വരഗണങ്ങൾ കുടിയിരുന്ന സ്ഥലമാണ്. അധർമ്മം ഇല്ലാതാക്കാൻ ഈശ്വരൻ തന്റെ ഗണങ്ങളെ ഭൂമിയിലേക്ക് അയച്ചിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ശക്തിയാണ് പഞ്ചുരുളി. ഈ പഞ്ചുരുളിക്കൊപ്പം അധർമ്മം ഇല്ലാതാക്കാൻ വന്ന മറ്റൊരു ശക്തിയാണ് ഉഗ്രരൂപിയായ ഗുളികൻ. ബാങ്ക്ര എന്ന സ്ഥലത്തെ രാജാവായിരുന്നു വിജയേന്ദ്ര. അയാൾ മറ്റുള്ള നാട്ടുരാജാക്കന്മാരെ എല്ലാം ആക്രമിച്ച് കീഴടക്കി. അയാൾ മനുഷ്യരൂപമുള്ള എന്നാൽ രാക്ഷസന്റെ സ്വഭാവമുള്ള ഒരു ദുഷ്ടനായിരുന്നു. കാന്താരയിൽ ജീവിക്കുന്നവർക്ക് പുറം ലോകവുമായി യാതൊരുവിധ ബന്ധങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഈശ്വരന്റെ അനുഗ്രഹമുള്ള ബൈതി എന്നൊരു പെൺകുട്ടിക്ക് ദൈവാംശമുള്ള ഒരു കല്ല് കിട്ടുന്നു. എന്നാൽ അത് മനസ്സിലാക്കിയ വിജയേന്ദ്ര കാന്താരയിലുള്ള ചില ആളുകളെ കൊന്ന് മറ്റു ചിലരെ അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയി. ഇതെല്ലാം അകലെയിരുന്ന് മായാരൂപൻ കാണുന്നുണ്ടായിരുന്നു. മായാരൂപൻ മനുഷ്യനല്ല, ഒരു അദൃശ്യ ശക്തിയാണ്. അടിമകളാക്കിയ ആളുകളെ കൊണ്ട് ബാങ്ക്രയിലുള്ളവർ അതികഠിനമായ ജോലികൾ ചെയ്യിച്ചിരുന്നു. ഒരു ദിവസം കടലിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന വിജയേന്ദ്ര അകലെ ഇരുന്ന് ചൂണ്ടയിടുന്ന മായാരൂപനെ കാണും. മായാരൂപനെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴാണ് അയാളുടെ മടിയിൽ നിന്നും സുഗന്ധവ്യഞ്ജനങ്ങൾ താഴെ വീഴുന്നത് വിജയേന്ദ്ര കാണുന്നത്. അതിന്റെ മൂല്യം അറിയാവുന്ന വിജയേന്ദ്ര ഇതെവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുന്നു. ദൈവത്തിന്റെ പൂന്തോട്ടമായ കാന്താരയിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയ വിജയേന്ദ്ര മായാരൂപനെയും പടയാളികളെയും സ്വന്തം മകനായ കുട്ടിയായിരിക്കുന്ന രാജശേഖരനെയും കൂട്ടി കാന്താരയിലേക്ക് പോകും. എന്നാൽ കാന്താരയിലെത്തിയതും മായാരൂപൻ അപ്രത്യക്ഷനാകും. വിജയേന്ദ്രയെ കാന്താരയിലെ ദൈവിക ശക്തിയായ ഗുളികൻ കൊല്ലും. കാട്ടിലെ തീ കണ്ട് അവിടെ കോടിയെത്തിയ കാന്താരയിലെ ആളുകൾ രാജാവ് മരിച്ചു കിടക്കുന്നത് കാണും. പെട്ടെന്ന് അവിടെ നിന്ന് ഒരാളുടെ ശരീരത്തിലേക്ക് പഞ്ചുരുളി പ്രവേശിക്കും. ദൈവിക ശക്തിയുള്ള ഈ കല്ലുകൾ ഇരിക്കുന്ന കാന്താരയിലേക്ക് ദുഷ്ട മനസ്സോടെ ആര് വന്നാലും അവരുടെ രക്തം വീണ് അവർ ശുദ്ധരാകും. അതായത് ആരെങ്കിലും ദുഷ്ട മനസ്സോടെ ഇവിടെ വന്നാൽ അവരെ കൊന്ന് ഈ ഭൂമി ശുദ്ധമാക്കും. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന രാജശേഖരൻ അവിടെ നിന്ന് ഓടിപ്പോകും. അവൻ ചെല്ലുന്നത് ആവാഹനത്തിലൂടെ ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുന്ന കദംബ ദിക്കിലെ ദുർമന്ത്രവാദികളുടെ അടുത്താണ്. രാജശേഖരൻ പറഞ്ഞ് കാന്താരയിലെ ദൈവാംശത്തെക്കുറിച്ച് മനസ്സിലാക്കിയ കദംബയിലെ ദുർമന്ത്രവാദികൾക്ക് കാന്താരയിലേക്ക് പോകാൻ താല്പര്യം തോന്നും. കദംബയിലെ ആളുകൾ രാജശേഖരനെ ബാങ്ക്രയിൽ സുരക്ഷിതമായി എത്തിക്കും. അന്നു മുതൽ കദംബയിലെ ദുർമന്ത്രവാദികൾക്ക് രാജകൊട്ടാരത്തിൽ ഒരു സ്ഥാനം കിട്ടും. വളർന്നു വന്നിട്ടും രാജശേഖരന് കാന്താരയെ ഭയമായിരുന്നു. അധർമ്മം കൂടി വരുന്നത് അറിയാവുന്ന ഈശ്വരൻ മറ്റൊരു ശക്തിയെ മനുഷ്യരൂപത്തിൽ ഒരു കുഞ്ഞായി പിറവിയെടുത്ത് കാന്താരയിലേക്ക് വിടും. ആ കുട്ടിയെ ബൈതി ഏറ്റെടുത്ത് ബർമ്മ എന്ന് പേരിടും. ഇതേ സമയം രാജശേഖരനും 2 കുട്ടികൾ ജനിക്കും. മൂത്തതൊരു ആൺകുട്ടിയും ഇളയതൊരു പെൺകുട്ടിയും. ജനിച്ച സമയത്ത് പെൺകുട്ടിയുടെ കൈകാലുകൾക്ക് ചലനശേഷി ഇല്ലായിരുന്നു. ആ കുട്ടിയെ കദംബയിലെ ഒരു സ്ത്രീ എടുത്തതും അവൾക്ക് ചലനശേഷി തിരിച്ചു കിട്ടുന്നു. അതോടെ രാജശേഖരന് കദംബയിലുള്ളവരോട് വിശ്വാസവും അടുപ്പവും കൂടും. കാട്ടിൽ മനുഷ്യരൂപത്തിൽ വളരുന്ന ദൈവാംശമായ ബർമ്മയ്ക്ക് അരൂപിയായ മായാരൂപൻ കാന്താരയിലെ ദൈവാംശത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. മായാരൂപനെ വേറെ ആർക്കും കാണാൻ സാധിക്കില്ല. എന്നാൽ രാജശേഖരൻ മക്കളോട് ഒരിക്കലും കാന്താരയിലേക്ക് പോകരുതെന്നും അവിടെ ബ്രഹ്മരക്ഷസുണ്ടെന്നും പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ കാന്താരയിൽ നിന്നും ലഭിക്കുന്ന സാധനങ്ങൾ അവിടെയുള്ളവർ 3ആയി ഭാഗിക്കും. അതിലൊരു ഭാഗം അവരുടെ ആവശ്യത്തിനെടുക്കും, മറ്റൊരു ഭാഗം ദൈവത്തിനും കൊടുത്ത് 3-മത്തെ ഭാഗം ബ്രഹ്മരക്ഷസിനായി കാടിന്റെ അതിർത്തിയിൽ കൊണ്ടുപോയി വെക്കും. എന്നാൽ അത് ബാങ്ക്രയിലെ ആളുകൾ എടുത്തോണ്ടുപോയി അവിടെ കച്ചവടം ചെയ്യുകയായിരുന്നു. രാജശേഖരൻ വയസ്സായതോടെ മകനായ കുലശേഖരനെ രാജാവാക്കി. അവനാണെങ്കിൽ ഒരു ഉത്തരവാദിത്വവുമില്ലാത്ത ഒരു കഴിവുകെട്ടവനായിരുന്നു. കൂട്ടിനാണെങ്കിൽ ചില അലമ്പ് കൂട്ടുകാരും. അതിലൊരു അലമ്പനെ അവൻ മന്ത്രിയുമാക്കും. രാജാവായ സന്തോഷത്തിൽ ഇവരെല്ലാം കൂടി ആരും അറിയാതെ കാന്താരയിലേക്ക് പോകും. അവിടെ എത്തിയ രാജശേഖരനെയും കൂട്ടരെയും കാന്താരയിലുള്ളവർ ആക്രമിക്കും.
അത് ബ്രഹ്മരക്ഷസാണെന്ന് കരുതി രാജാവായ കുലശേഖരൻ പടയാളികളെ ഉപേക്ഷിച്ച് രക്ഷപ്പെടും. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ കുലശേഖരന്റെ സ്വഭാവം എന്താണെന്ന്. കാന്താരയിലെ ബർമ്മയ്ക്കും കൂട്ടർക്കും ചെന്നൈ എന്നൊരു പടയാളിയെ മാത്രമാണ് ജീവനോടെ കിട്ടുന്നത്. പണ്ട് വിജയേന്ദ്ര കാന്താരയിലുള്ള ചിലരെ പിടിച്ചുകൊണ്ടുപോയി അടിമകളാക്കിയതുകൊണ്ട് ഇവർക്കിപ്പോഴും നാട്ടിലുള്ളവരെ ഭയമാണ്. അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കണമെന്ന് കാട്ടുമൂപ്പൻ ജബ്ബണ്ണ പറയും. എന്നാൽ ബർമ്മയ്ക്കും കൂട്ടർക്കും രാജാവ് പേടിച്ചോടിയതാണെന്ന് മനസ്സിലാകും. ഇനി അവർ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് അങ്ങോട്ടേക്ക് പോകാമെന്ന് ബർമ്മ പറയും. അവർ ചെന്നൈയും കൊണ്ട് മരിച്ച പടയാളികളുടെ വേഷം ധരിച്ച് ബാങ്ക്രയിലേക്ക് പോകും. ഇവർ ആദ്യമായിട്ടാണ് കാട് വിട്ട് പുറത്തു പോകുന്നത്. ഇത് പഞ്ചുരുളി ദൈവം കാണുന്നുണ്ട്. കുലശേഖരനാണെങ്കിൽ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ മദ്യപിച്ചിട്ടാണ് സിംഹാസനത്തിൽ പോലും ഇരിക്കുന്നത്. നാട്ടിലെത്തിയ ബർമ്മയ്ക്കും കൂട്ടർക്കും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുമ്പോഴാണ് പണ്ട് കാന്താരയിൽ നിന്നും പിടിച്ച ആളുകളെയൊക്കെ പണിയെടുപ്പിക്കുന്നത് കാണുന്നത്. ഈ സമയത്ത് രാജകുമാരി കനകവതി അവിടേക്ക് വരും. കദംബരാണ് അവിടെ മനോഹരമായൊരു ക്ഷേത്രം പണിയുന്നത്. അതിലെ പ്രതിഷ്ഠയ്ക്ക് വേണ്ട കല്ല് പണിയുന്നത് ബാങ്ക്രയിലെ രാജകുടുംബമാണ്. അതിനു വേണ്ട കല്ലിൽ കൊത്തുപണി ചെയ്യാനായി ആശാരി ശ്രമിക്കുമ്പോഴാണ് ഒരു കഷ്ണം കല്ല് തെറിച്ച് വലിയൊരു കടന്നൽ കൂട്ടിൽ വീഴുന്നത്. കടന്നലുകൾ അവിടെയുള്ളവരെ എല്ലാം ആക്രമിക്കും. പെട്ടെന്ന് രാജകുമാരി കനകവതിയെ കടന്നലുകൾ ആക്രമിക്കാൻ വന്നതും ബർമ്മ അവളെ രക്ഷിക്കും. ബർമ്മയ്ക്കും കൂട്ടർക്കും കുറച്ച് ആയുധങ്ങൾ വേണം. അത് നിർമ്മിക്കുന്നത് സംഗപ്പ എന്നൊരാളാണ്. അയാളെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് സംഗപ്പ ജയിലിലാണെന്ന് മനസ്സിലാവുന്നത്. നമ്മുടെ ചെന്നൈക്ക് നാട്ടിലൊരു കാമുകിയൊക്കെയുണ്ട്. ഇതിനിടയിലാണ് ബ്രഹ്മരക്ഷസിനായി അതിർത്തിയിൽ വെക്കുന്ന സാധനങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യുന്നത് കാന്താരയിലുള്ളവർ കാണുന്നത്. ഇത് കണ്ട ഇവന്മാർ ഓടിച്ചെന്ന് അതെടുക്കാൻ നോക്കും. അതോടെ ഇവർ പടയാളികളല്ലെന്ന് മനസ്സിലാക്കിയ കച്ചവടക്കാർ ബർമ്മയെയും കൂട്ടുകാരെയും പിടിക്കാൻ നോക്കും. പിന്നെ ഒരു ഫൈറ്റാണ്. എങ്കിലും ലാസ്റ്റ് ബർമ്മയും കൂട്ടരെയും പടയാളികൾ ബന്ദികളാക്കും. എന്നിട്ട് രാജസഭയിൽ ഹാജരാക്കും. ഇവർ കാന്താരയിൽ നിന്നും വന്നതാണെന്ന് മനസ്സിലാക്കിയ എല്ലാവരും ഞെട്ടും. ബർമ്മയെയും കൂട്ടരെയും കുലശേഖരനും കൂട്ടുകാരും കെട്ടിയിട്ട് ഉപദ്രവിക്കും. അവന്മാർക്ക് ഈ അടിയൊന്നും ഏൽക്കുന്നില്ല. ഈ സമയം രാജശേഖരനും കനകവതിയും അവിടേക്ക് വരും. അപ്പോഴാണ് കുലശേഖരൻ കാന്താരയിൽ ചെന്നിട്ടാണ് ഇവർ ഇവിടേക്ക് വന്നതെന്ന് രാജശേഖരന് മനസ്സിലാകുന്നത്. കാന്താരയിലുള്ളവരെ ശത്രുക്കളാക്കുന്നതിനോട് രാജശേഖരന് ഒരു താല്പര്യവുമില്ല. ബാങ്ക്രയിൽ അടിമകളെ കച്ചവടം ചെയ്യുന്ന ആളാണ് ഭൂപ. ഇയാൾക്ക് ബർമ്മയെയും കൂട്ടുകാരെയും കച്ചവടം ചെയ്യാനാണ് മന്ത്രി വന്നിരിക്കുന്നത്. ബർമ്മയും കൂട്ടരെയും രാജവീതി കൊള്ളയടിച്ചവരാണെന്ന് കേട്ട ഭൂപ അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ മകനായ പെപ്പയെ തടവറയിലേക്ക് അയക്കും. എന്റെ ശിക്ഷാരീതികൾ നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല. എന്ത് ശബ്ദം കേട്ടാലും വരരുതെന്ന് കൂടെയുള്ളവരോട് പറഞ്ഞ് പെപ്പെ അകത്തേക്ക് കയറും. എന്നാൽ ഇവർ ഖാന്താരിയിൽ നിന്നും വന്നതാണെന്ന് മനസ്സിലാക്കിയ പെപ്പെ പേടിച്ച് കൂടെയുള്ളവരെ വിളിക്കും. അത് കേട്ട അനുയായികൾ എന്തു വന്നാലും കേട്ടതായി ഭാവിക്കരുതെന്ന് പെപ്പെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവന്മാർ ശ്രദ്ധിക്കില്ല. പെപ്പെ തല പുറത്തിട്ട് കരഞ്ഞ് നിലവിളിക്കുന്നത് കേട്ട ഇവന്മാർ ഓടി വന്ന് വാതിൽ തുറക്കും. ബർമ്മയും കൂട്ടരെയും അടച്ച ജയിലിൽ തന്നെയാണ് സംഗപ്പയും കിടക്കുന്നത്. സംഗപ്പയുടെ കുടുംബമാണ് രാജാവിന് വേണ്ടി കോട്ടയും കൊട്ടാരവും ഒക്കെ ഉണ്ടാക്കിയത്. രാജാവിന് വേണ്ടി ഒരു തോണി ഉണ്ടാക്കിയ സംഗപ്പ മഴ പെയ്താൽ വെള്ളം തോണിയിൽ കെട്ടി നിൽക്കാതിരിക്കാൻ ഒരു ഹോൾ ഇടും. ആ ഹോളിൽ കൂടെ വെള്ളം കയറി സേനാധിപൻ മുങ്ങിപ്പോകും. സംഗപ്പയുടെ ആത്മാർത്ഥത മനസ്സിലാകാത്ത രാജാവ് അയാളെ ജയിലിലും അടയ്ക്കും. രാത്രിയിൽ ബർമ്മയെ പറഞ്ഞിട്ട് പെപ്പെ അവിടേക്ക് ചെല്ലും. ഇതൊക്കെ കോമഡിയാണ് കേട്ടോ. പെപ്പയ്ക്ക് കഞ്ചാവില കൊടുത്ത് പറ്റിച്ച് ബർമ്മയും കൂട്ടരും സംഗപ്പയും കൊണ്ട് രക്ഷപ്പെടും. കാട്ടിലെത്തിയ ബർമ്മ സംഗപ്പയുടെ സഹായത്തോടെ കൃഷി നടത്തും. അവരുടെ ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി കച്ചവടം ചെയ്യാമെന്ന് ബർമ്മ അവരോട് പറയും. അത് അവിടെയുള്ളവർ സമ്മതിക്കും. അവർക്ക് ഈ കച്ചവടം എന്താണെന്നോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. പെപ്പയും ബൂബയും കാന്താരയിലുള്ളവരെ മറ്റുള്ളവർക്ക് മറിച്ചു വിറ്റെന്ന് കരുതി അവരുടെ കയ്യിൽ നിന്ന് എല്ലാ സമ്പാദ്യവും രാജാവ് പിടിച്ചെടുക്കും. ബർമ്മയും കൂട്ടരെയും കിട്ടിയാൽ കാന്താരയിൽ 14 വർഷം പെപ്പയെ വനവാസത്തിന് അയക്കാമെന്ന് ബൂബ നേർച്ച നേർന്നിട്ടുണ്ട്. ഈ സമയത്താണ് ബർമ്മയും കൂട്ടരും അവിടേക്ക് വരുന്നത്. ഇവിടെ തന്നെ കച്ചവടം ചെയ്ത് ബൂബയുടെ കടം വീട്ടുമെന്ന് ബർമ്മ അവനോട് പറയും. അങ്ങനെ ബൂബ അവർക്ക് ബാങ്ക്രയിൽ ആരും അറിയാതെ കച്ചവടം നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും. എന്നാൽ ഇത് മനസ്സിലാക്കിയ പടയാളികൾ ഈ കാര്യം രാജകുമാരി കനകവതിയെ അറിയിക്കും. കനകവതി ബർമ്മയ്ക്കും കൂട്ടർക്കും കച്ചവടം നടത്താനുള്ള അനുമതി കൊടുക്കും. കാന്താരയിലുള്ള സാധനങ്ങൾ കച്ചവടക്കാർക്ക് ഇഷ്ടപ്പെടും.
ഇതിനിടയിൽ രാജാവിന് വേണ്ടി കൊണ്ടുവന്ന കുതിരയിൽ ഒന്നിന് ഭ്രാന്തിളകും. അത് ഈ കാന്താരയിലുള്ളവർ തന്നെ കാരണമാണ് കേട്ടോ. അത് രാജകുമാരിയെ ഉപദ്രവിക്കാൻ വരും. അല്ലെങ്കിലും അത് അങ്ങനെയാണല്ലോ. രാജകുമാരിക്കോ നായികയ്ക്കോ എന്തെങ്കിലുമൊക്കെ അപകടം വരും. നായകൻ രക്ഷിക്കും. നായികയ്ക്ക് ഉടനെ നായകനോട് പ്രണയം വരും. ഇവിടെയും അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. രാജകുമാരിയുടെ അടുത്തേക്ക് വന്ന കുതിരയെ ബർമ്മ തടഞ്ഞ് രാജകുമാരിയെ രക്ഷിക്കും. സാധാരണ ഈ കാട്ടിലുള്ളവർ തൊട്ട കുതിരയെ കൊല്ലാറാണ് പതിവ്. എന്നാൽ കനകവതി അതിനെ ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല. കച്ചവടം നടത്തിയ ബർമ്മെ അവിടെയുള്ള ചില അടിമകളെ ആ പണം കൊണ്ട് മോചിപ്പിക്കും. കനകവതിക്കും ബ്രഹ്മിക്കുമിടയിൽ നല്ലൊരു അടുപ്പമുണ്ടാകുന്നുണ്ട്. കനകവതി ബർമ്മയെ ഇപ്പോഴത്തെ നമ്മുടെ ബ്യൂട്ടി പാർലർ പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവന്റെ മുടിയും നഖവും ഒക്കെ വെട്ടിയൊരുക്കി ഫേഷ്യലൊക്കെ ചെയ്യും. രാജകുമാരിക്കും ഇവരുടെ കാന്താരയിൽ പോകണമെന്ന് അവനോട് പറയും. എന്നാൽ ഇതൊന്നും ബർമ്മ ശ്രദ്ധിക്കുന്നില്ല. കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാനായി ബർമ്മയും കൂട്ടരും ഉൾക്കാട്ടിലേക്ക് പോകും. എന്നാൽ അവരുടെ പിന്നാലെ ഒരു പുലി വരും. അത് ബർമ്മയെ ആക്രമിക്കില്ല. പകരം അതിന്റെ കണ്ണിലെ ഒരു വെളിച്ചം അവന്റെ കണ്ണിലേക്ക് വരും. അതോടെ ബർമ്മയ്ക്ക് പഴയ ചില കാര്യങ്ങൾ ഓർമ്മ വരും. ആ പുലി അവന് ദൈവാംശമുള്ള കല്ല് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇവരെ കാടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുവരും. അതൊരു ഭയങ്കര കാടാണ്. ഇവർ ഇതുവരെ അവിടെ പോയിട്ടില്ല. എന്നാൽ ബർമ്മയ്ക്കും കൂട്ടർക്കും അതിനകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. എന്തോ ഒരു ശക്തി അവരെ തടയുന്നുണ്ട്. അപ്പോഴാണ് അവിടെ മരത്തിൽ ചെറിയൊരു കുട്ടിത്തേവാങ്ക്. ഞാൻ ഈ തേവാങ്കെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ആക്ച്വലി ഞാൻ അതിനെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഈ മൂവിയിൽ തേവാങ്കെന്ന് പറയുന്ന കേട്ടിട്ട് നമ്മളിങ്ങനെ പറയാറില്ലേ, കുട്ടിത്തേവാങ്കെന്ന്. ഞാൻ ആക്ച്വലി അതിനെ കുരങ്ങാണെന്ന് കേട്ടോ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഈ തേവാങ്കിനെ കുത്തി നിർത്തിയിരിക്കുന്നത് ബർമ്മയെ കാണും. അവൻ അതിനെ താഴേക്ക് വലിച്ചിടും. അതോടെ പല മരത്തിൽ നിന്നും ധാരാളം തേവാങ്കുകളുടെ ജഡങ്ങൾ താഴേക്ക് വീഴും. അങ്ങനെ അവർക്ക് കാടിനകത്തേക്ക് കയറാൻ പറ്റും. എന്നാൽ ഇത് ആ കാട്ടിൽ താമസിക്കുന്ന കദംബയിലെ ദുർമന്ത്രവാദികൾക്ക് മനസ്സിലാവും. അവർ ബർമ്മയും കൂട്ടരെയും ആക്രമിക്കാനായി അവിടേക്ക് ചെല്ലും. അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനാവില്ലെന്ന് മനസ്സിലാക്കിയ ദുർമന്ത്രവാദികൾ അവരെ മന്ത്രവാദത്തിലൂടെ കീഴ്പ്പെടുത്തും. ബർമ്മയെ കൊല്ലാൻ വന്ന അവരുടെ നേതാവിനെ നേരത്തെ ബർമ്മയെ ഇവിടേക്ക് കൊണ്ടുവന്ന പുലി ആക്രമിച്ചു കൊല്ലും. അതോടെ ദുർമന്ത്രവാദികൾ അവിടെ നിന്നും ഓടിപ്പോകും. ദുർമന്ത്രവാദികളുടെ നേതാവ് മകൻ മരിച്ചതറിഞ്ഞ് ഒരു സ്ത്രീയോട് അത് പറയും. അവര് കരയുന്നുണ്ട്. ആ മരിച്ചവൻ ഇവരുടെ മകനാണ് കേട്ടോ. ഈ സമയം കാന്താരയിലുള്ളവർ ഉൾക്കാട്ടിൽ കയറിയതറിഞ്ഞ മൂപ്പൻ ജബ്ബണ്ണ എല്ലാവരെയും വഴക്ക് പറയും. ബർമ്മ അയാളോട് ഒരു പുലിയാണ് അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയതെന്ന് പറയും. അന്നേരമാണ് ജബ്ബണ്ണ കദംബയിലെ ദുർമന്ത്രവാദികളുടെ കഥ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. കാന്താരയിലുള്ളവർ ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷെ കദംബയിലെ ദുർമന്ത്രവാദികൾ ആ ദൈവത്തെ കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ്. രാജശേഖരൻ പറഞ്ഞ് കാന്താരയെക്കുറിച്ച് മനസ്സിലാക്കിയ അവർ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടെന്ന് കള്ളം പറഞ്ഞ് കാന്താരയിലേക്ക് വരും. പുറം ലോകവുമായി വലിയ ബന്ധമില്ലാത്ത, കള്ളത്തരങ്ങൾ അറിയാത്ത പാവപ്പെട്ട കാന്താരയിലുള്ളവർ അവരെ സഹായിക്കും. അവർക്ക് വേണ്ടത് കാന്താരയിൽ ദൈവാംശമുള്ള ആ കല്ലായിരുന്നു. ഇവർ ദുർമന്ത്രവാദം ചെയ്ത് കാന്താരയിലുള്ള ദൈവിക ശക്തി ഇല്ലാതാക്കും. ഇതറിഞ്ഞ കാന്താരയിലുള്ളവർ അവരെ ആക്രമിക്കും. സാക്ഷാൽ പാർവതി ദേവി കാന്താരയുള്ളവരെ രക്ഷിക്കാൻ പുലി ദൈവത്തെ അവിടേക്ക് അയക്കും. അത് ദുർമന്ത്രവാദികളുടെ നേതാവിനെ കൊല്ലും. പേടിച്ചോടിപ്പോയ ബാക്കിയുള്ളവർ ഇപ്പോഴും ഉൾക്കാട്ടിൽ താമസിച്ച് ശക്തി നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് രക്ഷിക്കാനായി പാർവതി ദേവി അയച്ച പുലിയാണ് ഇന്ന് ബർമ്മയെ കാട്ടിലേക്ക് കൊണ്ടുപോയി ദിഗ്ബന്ധനം ഇല്ലാതാക്കിയത്. ഇത് ദുർമന്ത്രവാദികൾ ചെയ്തു വെച്ചതാണ്. ഇത് മായാരൂപൻ കേൾക്കുന്നുണ്ട്. ഒരു ഉത്തരവാദിത്വമില്ലാതെ കള്ളു കുടിച്ചിരിക്കുന്ന കുലശേഖരനോട് ഒരു പടയാളി വന്ന് തുറമുഖത്ത് കാന്താരയിലുള്ളവർ കച്ചവടം നടത്തുന്നുവെന്നും ഒപ്പം രാജകുമാരി കനകവതിയും ബർമ്മയും തമ്മിലുള്ള അടുപ്പവും അറിയിക്കും. ഇത് കേട്ട് ദേഷ്യം വന്ന കുലശേഖരൻ മന്ത്രി ഭോഗേന്ദ്രനോട് ബർമ്മയെ കൊന്നിട്ട് വരാൻ പറയും. ബാംഗ്രയിൽ കച്ചവടം നടത്തുന്ന ബർമ്മയോട് ചെന്നൈയും കാമുകിയും അവരെയും കൂടെ കാന്താരയിലേക്ക് കൊണ്ടുപോകാമോ എന്ന് ചോദിക്കും. ഈ സമയത്താണ് മന്ത്രി ഭോഗേന്ദ്രൻ അവിടേക്ക് വരുന്നത്. മന്ത്രിയാണെങ്കിലും ഈ ഭോഗേന്ദ്രനൊക്കെ വൻ കോമഡിയാണ് കേട്ടോ. ആർക്കും ഇവനെ ഒരു വിലയുമില്ല. കാന്താരയിലുള്ളവരെ കച്ചവടം നടത്താൻ സഹായിച്ച ഭൂപയെ ഭോഗേന്ദ്രൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഉപദ്രവിക്കും. ഇത് കണ്ട് ബർമ്മ അവനെ തടയും. എന്നിട്ട് ഭോഗേന്ദ്രനെയും കൂട്ടരെയും ഇടിച്ച് പറപ്പിക്കും. ഭോഗേന്ദ്രൻ കുതിരവണ്ടിയിൽ നിന്നും വീണതാണെന്ന് കുലശേഖരനോട് കള്ളം പറയും. എന്നാൽ പണ്ട് ഭോഗേന്ദ്രൻ ഉപദ്രവിച്ച ഒരു വിദേശി കുലശേഖരനോട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമുദ്ര സൈന്യത്തിന്റെ കപ്പൽ ഉണ്ടാക്കിയത് സംഗപ്പ ആയിരുന്നു. അയാൾ ആ കപ്പലിന്റെ ആണി ഊരി അവരെ കടലിൽ വീഴ്ത്തും. എന്നിട്ട് ബർമ്മയും കൂട്ടരും ആ തുറമുഖം പിടിച്ചടക്കും. ഇതൊക്കെ കോമഡിയാ കേട്ടോ. ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണണം.
ഇതൊക്കെ കേട്ട രാജശേഖരൻ കുലശേഖരനോട് ബാങ്ക്രയെ നാണം കെടുത്തിയ മന്ത്രി ഭോഗേന്ദ്രനെ കൊല്ലാൻ പറയും. എന്നാൽ കുലശേഖരൻ അതനുസരിക്കില്ല. പേരിനൊരു രാജാവ് മാത്രമാണ് കുലശേഖരൻ. അവൻ ദേഷ്യം വന്ന് രാജശേഖരനോട് ഓരോന്ന് വിളിച്ചു പറയും. ഇത് കേട്ട രാജശേഖരൻ ഇനി എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് കുലശേഖരനോട് ദേഷ്യപ്പെട്ടു പോകും. കാന്താരയിലുള്ളവരുമായി സമാധാന ചർച്ച നടത്തി തുറമുഖം വാങ്ങാമെന്ന് രാജശേഖരൻ അദ്ദേഹത്തിന്റെ മന്ത്രിയോട് പറയും. നമ്മുടെ തുറമുഖത്ത് കൈവച്ച കാന്താരയിലുള്ളവരുടെ ഈശ്വരന്റെ പൂന്തോട്ടത്തിൽ താൻ കാൽ വെക്കുമെന്ന് കുലശേഖരൻ അഹങ്കാരത്തോടെ പറയും. ഇത് കേട്ട രാജശേഖരൻ എത്രയും പെട്ടെന്ന് രാജകുമാരി കനകവതിയുടെ കല്യാണം നടത്തി രാജ്യം അവരെ ഏൽപ്പിക്കണമെന്നും കുലശേഖരന്റെ കാര്യത്തിൽ ഇനി ഒരു പ്രതീക്ഷയും വേണ്ടെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് എഴുന്നേൽക്കും. എന്നാൽ എഴുന്നേറ്റ രാജശേഖരൻ പെട്ടെന്ന് തളർന്ന് താഴേക്കിരിക്കും. കുലശേഖരൻ ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക ചേർത്തിരുന്നു. എന്നിട്ട് ആരും അറിയാതെ സൈന്യത്തെയും കൂട്ടി നേരെ കാന്താരയിലേക്ക് പോകും. അവിടെ എത്തിയ കുലശേഖരനും പടയാളികളും കാന്താരയിലുള്ളവരെ ആക്രമിച്ച് അവിടെയൊക്കെ തീയിട്ട് നശിപ്പിക്കും. പലരെയും കൊന്നുകളയുന്നുമുണ്ട്. കാടിന് പുറത്തായിരുന്ന ബർമയും കൂട്ടരും തീ കണ്ട് അവിടേക്ക് വരും. ഈ സമയം കുലശേഖരൻ ബർമയെ വളർത്തിയ ബൈദിയെ അവന്റെ അമ്മയാണെന്ന് മനസ്സിലാക്കി അവന്റെ മുൻപിൽ വെച്ച് തന്നെ കൊല്ലും. ഇത് കണ്ട് ദേഷ്യം വന്ന് മുൻപോട്ട് ചാടിയ ബർമയുടെ ശരീരത്തിലേക്ക് ഗുളികൻ പ്രവേശിക്കും. ഇനിയാണ് കാന്താരയിലെ പ്രധാനപ്പെട്ട രസമുള്ള ഭാഗം. ഇതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. ബർമയുടെ ശരീരത്തിലേക്ക് രൗദ്രഭാവത്തിലുള്ള ഗുളികൻ കയറി. ഇത് കണ്ട മണ്ടൻ കുലശേഖരൻ ആഹാ, നല്ല നാടകമാണല്ലോ, ഇവനെ കൊല്ലാൻ പടയാളികളോട് ആവശ്യപ്പെടും. ഗുളികൻ അവന്റെ എല്ലാ ഭാവത്തിലും ഇവരെ ആക്രമിക്കും. ഇതൊക്കെ ശരിക്കും കാണണം കേട്ടോ, നല്ല രസമാണ്. അവസാനം കുലശേഖരനെയും കൊല്ലും. അതോടെ മായാരൂപൻ അവിടെ എത്തി ബർമയുടെ നെറ്റിയിൽ തൊടും. അങ്ങനെ ബർമ ബോധം കെടും. കുലശേഖരന്റെ ശരീരം കണ്ട് കനകവതിയും ബാങ്ക്രയിലുള്ളവരും വിഷമിക്കും. കാന്താരയിലുള്ളവർ മരിച്ചവരെ വിഷമത്തോടെ അടക്കം ചെയ്യും. നീണ്ട ഉറക്കത്തിൽ നിന്നുണർന്ന രാജശേഖരൻ മകൻ മരിച്ചതറിഞ്ഞ് തകർന്നു പോകുന്നു. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ വെച്ച ഈശ്വര വിഗ്രഹത്തിൽ വിള്ളൽ വീഴും. കുലശേഖരൻ കാന്താരയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതറിഞ്ഞ പെപ്പയും കൂട്ടരും അവർക്ക് ആവശ്യമായ സാധനങ്ങളുമായി കാണാൻ വരും. ഈശ്വര വിഗ്രഹത്തിൽ വിള്ളൽ വീഴാൻ കാരണം കാന്താരയിൽ പോയി പ്രശ്നമുണ്ടാക്കിയത് കൊണ്ടാണ്. ഇതിന് പരിഹാരം കാണാൻ രാജകുമാരി കനകവതി കാന്താരയിലേക്ക് വരും. അവൾ വന്ന് ഇവരോട് മാപ്പ് ചോദിക്കും. പ്രായശ്ചിത്തമായി ഇവരുടെ ദൈവത്തെ നാട്ടിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാമെന്ന് അവൾ പറയും. ഇത് ബർമ എതിർക്കുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾ പറയുന്നതാണോ അതോ നിങ്ങളുടെ ദൈവം പറയുന്നതാണോ എന്ന് ചോദിക്കും. ഇതേപോലെ ഒരു രംഗം കാന്താര ആദ്യ ഭാഗത്തിലുമുണ്ട്. അങ്ങനെ കാട്ടിലെ ദൈവത്തോട് അനുമതി ചോദിച്ച് ദൈവാംശമുള്ള കല്ലുകൾ ബർമയും കൂട്ടരും ബാങ്ക്രയിൽ എത്തിക്കും. വളരെയധികം ചടങ്ങുകളോടെ പ്രതിഷ്ഠ നടത്താൻ ആരംഭിക്കും. യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ ചടങ്ങുകളെല്ലാം നല്ല രീതിയിൽ നടക്കും. സന്തോഷവാനായ രാജശേഖരൻ ബർമയെയും ആദരിക്കും. ഒപ്പം തുറമുഖത്തെ വിട്ടു നൽകുമോ എന്ന് മാന്യമായി ചോദിക്കും. ബർമ അതിന് സമ്മതിക്കും. പകരം എല്ലാ അടിമകളെയും മോചിപ്പിക്കാൻ ആവശ്യപ്പെടും. രാജാവ് അതിനും സമ്മതിക്കും. അങ്ങനെ ബർമയും കൂട്ടരും തിരികെ സന്തോഷത്തോടെ കാന്താരയിലേക്ക് പോകും. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന രാജശേഖരനെ ഒരു ജീവി ഉണർത്തും. അത് അദ്ദേഹത്തെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് എത്തിക്കും. അവിടെ മായാരൂപൻ ഇരിപ്പുണ്ട്. ഭക്തിയുടെ പേരിൽ അധർമ്മം ചെയ്യാൻ നിനക്ക് ദൈവം വേണോന്ന് ചോദിച്ച് മായാരൂപൻ അലറും. ഇത് കേട്ട രാജാവ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കും. അദ്ദേഹം സ്വപ്നം കണ്ടതാണ്. കാന്താരയിലുള്ളവർ രാത്രി പാട്ടും മേളവുമായി സന്തോഷിക്കുന്നത് കണ്ട ബർമെ അടുത്തുള്ള അമ്മ ബൈദിയുടെ ആത്മാവിനോട് സംസാരിക്കും. ബൈദി അവനെ കാടിന്റെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. ഈശ്വരന്റെ പൂന്തോട്ടത്തെ മോഹിക്കുന്നവരെ വിശ്വസിക്കരുതെന്ന് ആ ആത്മാവ് അവനോട് പറയും. പക്ഷെ അവനൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് അവൻ മായാരൂപനെ മരത്തിൽ കെട്ടിയിട്ട് താഴെ ഒരാളിരുന്ന് ആഭിചാരം ചെയ്യുന്നത് കാണുന്നത്. ഇത് കണ്ട് ഞെട്ടി ബർമെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കും. അവിടേക്ക് വന്ന അവൻ കാണുന്നത് കാന്താരയിലെ കുട്ടികളെല്ലാം വസൂരി വന്ന് ബോധം കെട്ട് കിടക്കുന്നതാണ്. ബാങ്ക്രയിൽ കൊണ്ടുപോയ അവരുടെ ദൈവങ്ങളെ ആരോ ബന്ധിച്ചെന്ന് അവിടെ ദൈവം കയറുന്ന ഒരാൾ പറയും. ആ സമയത്താണ് കദംബയിലെ ദുർമന്ത്രവാദികൾ ബാങ്ക്രയിലെ ക്ഷേത്രത്തിലെ സാക്ഷാൽ ശിവഭഗവാന്റെ പ്രതിഷ്ഠ വരെ ബന്ധനത്തിൽ വെച്ചിരിക്കുന്നത് കാണിക്കുന്നത്. അതോടെ ബർമയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പുറത്തു നിന്നുള്ളവർ എല്ലാവരും ഇവിടെ വന്നത് ഈശ്വരന്റെ പൂന്തോട്ടം മോഹിച്ചാണ്. ജനന സമയത്ത് കനകവതിയുടെ കൈകാലുകൾക്ക് ചലനശേഷിയില്ലായിരുന്നല്ലോ. അവിടെ ഉണ്ടായിരുന്ന കദംബയിലെ ദുർമന്ത്രവാദി രാജശേഖരനോട് അവന്റെ ഭാര്യയുടെ മുലപ്പാൽ കുടിച്ചാൽ കുഞ്ഞിന് ചലനശേഷി കിട്ടുമെന്ന് പറയും. അങ്ങനെ ആ പാല് കുടിച്ചതോടെ കനകവതിക്ക് ചലനശേഷി കിട്ടും. കനകവതിക്ക് കദംബയിലെ ദുർമന്ത്രവാദികളുടെ സ്വഭാവമാണ് അതോടെ കിട്ടിയിരിക്കുന്നത്. അവൾ മനഃപൂർവ്വമാണ് ബർമയോട് അടുത്തത്. ബർമയെ തൊട്ട കുതിരയെ പോലും പിന്നീട് അവൾ രഹസ്യമായി കൊന്നുകളഞ്ഞിരുന്നു. കാട്ടിൽ ചെന്ന് അപേക്ഷിച്ച്
ഈശ്വര ചൈതന്യമുള്ള കല്ല് നാട്ടിലെത്തിച്ചതും കനകവതിയുടെ തന്ത്രമായിരുന്നു. രാജശേഖരനും ദുഷ്ടനാണ്. കാട്ടിലെ ചൈതന്യത്തെ ഭയന്നാണ് കാന്താരയെ ആക്രമിച്ചയാൾ സ്വന്തമാക്കാതിരിക്കുന്നത്. ആ ചൈതന്യം നശിച്ചതോടെ ആ സ്ഥലം ഇനി എനിക്ക് വേണമെന്നാണ് അയാളുടെ ആഗ്രഹം. കദംബയിലെ ദുർമന്ത്രവാദികളും രാജശേഖരനും കനകവതിയും കാന്താരയെ നശിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതെല്ലാം മനസ്സിലാക്കിയ ബർമെ ദൈവത്തെ തിരിച്ചുപിടിക്കാൻ യുദ്ധം ചെയ്യാനായി തീരുമാനിക്കും. അങ്ങനെ യുദ്ധം നടക്കും. ഈ സമയം രാജകുമാരി കനകവതിയും ദുർമന്ത്രവാദികളും രാജാവിനൊപ്പം ആഭിചാരങ്ങൾ ചെയ്യുകയാണ്. ദൈവാംശമുള്ള ബർമയെ നശിപ്പിക്കണമെങ്കിൽ 3 തലമുറയുടെ ശക്തി വേണം. അതിന് പണ്ട് അവനെ ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ എടുത്ത നഖവും മുടിയും തീയിലിട്ട് ആഭിചാരം ചെയ്യും. ബാങ്ക്രയുമായി പിടിച്ചു നിൽക്കാൻ കാന്താരയിലുള്ളവർക്ക് ആദ്യം പറ്റുന്നില്ല. ഇതും മനസ്സിലാക്കിയ ബർമെ കാഹളം മുഴക്കി സങ്കപ്പയ്ക്ക് സിഗ്നൽ കൊടുക്കും. കാന്താരയിലിരുന്ന് സങ്കപ്പ എന്തോ ടെക്നോളജി വെച്ച് കമ്പുകൾ കൂട്ടിക്കെട്ടി തീ വെച്ച് കത്തിച്ചു വിട്ട് കോട്ട തകർക്കും. അങ്ങനെ ബർമയും കൂട്ടരും കോട്ട തകർത്ത് അകത്ത് കയറും. യുദ്ധത്തിന്റെ ഇടയ്ക്കും ചില കോമഡികളുണ്ട് കേട്ടോ. ആഭിചാരം ചെയ്ത് കനകവതി വാളിൽ ഒരു ലേപനം ചേർത്ത് രാജാവിന് കൊടുക്കും. ഈ വാള് പഴയ രാജാവ് വിജയേന്ദ്രയുടേതാണ്. ആ വാളിലേക്ക് കനകവതി അവളുടെ കൈ മുറിച്ച് രക്തമിറ്റിക്കും. രാജശേഖരന്റെ ശരീരത്തിലേക്ക് വിജയേന്ദ്രയുടെ ആത്മാവ് കയറും. എന്നിട്ട് യുദ്ധസ്ഥലത്തേക്ക് കനകവതിയും വിജയേന്ദ്രയുടെ ആത്മാവുമായ രാജശേഖരനും ദുർമന്ത്രവാദികളും വരും. രാജശേഖരന്റെ കൈ പിടിച്ച് കനകവതി എല്ലാവരെയും വെട്ടിവീഴ്ത്തും. ഇത് കണ്ടുവന്ന ബർമയെയും അവൾ ചവിട്ടി വീഴ്ത്തും. രാജശേഖരന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ ബർമയ്ക്ക് ആകുന്നില്ല. കാരണം ബർമയെ ഒതുക്കാനുള്ള ദുർമന്ത്രവാദം ഇവർ ചെയ്തിരുന്നല്ലോ. താഴെ വീണ് കിടക്കുന്ന ബർമയുടെ അടുത്തേക്ക് മായാരൂപൻ വരും. ഇവിടെ നിന്നും നിന്റെ ജന്മസ്ഥലത്തേക്ക് പോകാൻ ബർമയോട് മായാരൂപൻ ആവശ്യപ്പെടും. എന്നിട്ട് വിജയേന്ദ്രയെ അദ്ദേഹം തടയും. മുൻപോട്ട് പോയ ബർമയ്ക്ക് ഗംഗാ നദി വഴികാട്ടിയായി ഒരു ഗുഹയ്ക്കകത്തേക്ക് കൊണ്ടുപോകും. ഈ സമയം മായാരൂപനെ കനകവതി പുറകിൽ നിന്നും കുത്തും. അതോടെ അദ്ദേഹം അന്തരീക്ഷത്തിൽ ലയിക്കും. ഗുഹയ്ക്കകത്ത് കയറിയ ബർമെ അവിടെ ഒരു സ്വയംഭൂ ശിവലിംഗം കാണും. അതിനടുത്തേക്ക് ചെന്ന അവനെ ബ്രഹ്മരക്ഷസ് തടയും. ബ്രഹ്മരക്ഷസ് അവനെ നല്ലപോലെ ഉപദ്രവിക്കുന്നുണ്ട്. ഒടുവിൽ ആ ശിവലിംഗത്തിനടുത്തിരിക്കുന്ന ത്രിശൂലം ബർമ എടുക്കും. അതോടെ ആ ശക്തി അവന്റെ ഉള്ളിലേക്ക് വരും. ദൈവാംശമുള്ള കല്ലുകൾക്ക് ശക്തി തിരികെ കിട്ടും. അവന്റെ ഉള്ളിലെ ശക്തി, അതായത് ഇവനും ഒരു ഭൂതഗണമാണെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മരക്ഷസ് അവനെ വണങ്ങും. പിന്നെ അടിപൊളി രംഗങ്ങളാട്ടോ. പഞ്ചുരുളുടെ അനുഗ്രഹത്തോടെ സാക്ഷാൽ പുലി ദൈവവും ഒപ്പം ഉഗ്രരൂപിയായ ഗുളികൻ ശിവന്റെ തൃശൂലവുമായി അവിടേക്ക് വരും. മന്ത്രവാദിയെ പുലിദൈവം കൊല്ലും. എല്ലാ പ്രാവശ്യവും ഈ മന്ത്രവാദികളുടെ നേതാവിനെ കൊല്ലുന്നത് പുലിദൈവം ആട്ടോ. ബർമയെ ആക്രമിക്കാൻ മുന്നോട്ടാഞ്ഞ രാജശേഖരനെ കനകവതി തടയും. എന്നിട്ട് നീ സ്ത്രീയായ എന്നോട് ഏറ്റുമുട്ടാൻ ആവശ്യപ്പെടും. സ്ത്രീയായ അവളെ ഉപദ്രവിക്കില്ലെന്ന് അവക്കറിയാം. ഇത് കേട്ട ഗുളികൻ, ദുഷ്ടയായ നിന്നെ ഞാൻ കൊല്ലില്ല, നിന്നെ കൊല്ലാൻ എന്റെ സഹോദരി ചാവുണ്ടി വരും. ഇത് കേട്ടതും ഒരു ചിലങ്കയുടെ ശബ്ദം വന്ന് ഒരു രൂപം ബർമയുടെ ദേഹത്തേക്ക് കയറും. അവൻ സ്ത്രീഭാവത്തിൽ എഴുന്നേക്കും. ആക്രമിക്കാൻ മുന്നോട്ടാഞ്ഞ കനകവതിയെ ചാവുണ്ടി കഴുത്തിന് പൊക്കിയെടുത്ത് ഒരൊറ്റ ഓടിക്കലാണ്. എന്നിട്ട് കഴുത്ത് പിടിച്ചൊരൊറ്റ തിരിക്കലും തിരിക്കും. അവളെ കൊന്നത് കണ്ട് മുൻപോട്ടാഞ്ഞ രാജശേഖരനെ ചാവുണ്ടി തൃശൂലം കൊണ്ട് കുത്തിക്കൊല്ലും. കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്നത് ഗുളികന്റെയും പഞ്ചുരുളുടെയും വേഷത്തിൽ തെയ്യം കെട്ടി ബർമ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ്. എന്നിട്ട് അവിടെ നിന്നും ഓടി അവൻ ജനിച്ചു വീണ കിണറ്റിലേക്ക് മറയും. ഈ 2 സീസണിലും ഈ ആരാണോ ഗുളികന്റെ രൂപം കെട്ടുന്നത് അവര് കിണറ്റിലേക്കോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്കോ ലയിക്കുന്നുണ്ട്. ഈ കിണർ ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുകയാണ്. അതിനെന്ത് പറ്റിയതാണെന്ന് കുട്ടി ചോദിക്കുമ്പോൾ അത് മറ്റൊരു ചരിത്ര സംഭവമാണെന്ന് ഒരാൾ പറയുന്നുണ്ട്. അങ്ങനെ കാന്താര ചാപ്റ്റർ 1 ഇവിടെ അവസാനിക്കും. മറ്റൊരു ചരിത്ര സംഭവമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഉറപ്പായിട്ടും കാന്താര ഇനിയും ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ സെറ്റ് പടം, നല്ല അടിപൊളി പടം. അപ്പോൾ കഴിവതും നിങ്ങൾ എല്ലാവരും ഈ സിനിമ കാണാൻ ശ്രമിക്കണം. എത്രയും പെട്ടെന്ന് മറ്റൊരു സിനിമയുമായി വരാം. സിനിമ ഇഷ്ടമായെങ്കിൽ, ഞാൻ ഈ പറയുന്നത് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തതും നല്ലൊരു അടിപൊളി പടമാണ്. ടാറ്റാ.